നിങ്ങൾക്കെതിരെ ഉയരുന്നുണ്ട്. ഭൂജനരോഷം ഓർത്തോളൂ. നടപടി വേണം. അടിയന്തരമായി നടപടി വേണം. മാലിന്യത്തിന് പരിഹാരം. ഉടനെ വേണം. പ്രതിഷേധം. ഞങ്ങളെ ആകെ പ്രതിഷേധം. സിന്ദാബാദ്. മാത്രമല്ല, ഇപ്പോ മേയർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനും ഞങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ അവസാനത്തെ സമരമല്ല, മറിച്ച് ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന എന്നത് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ജനവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായ ബുദ്ധിമുട്ടായ ജലക്ഷാമം ഉൾപ്പെടെ ജലം മലിനീകരിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പോരാട്ടത്തിന് പ്രിയപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങൾ കാണേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി മാലിന്യം കളയുന്നതിന് വേണ്ടിയുള്ളതും അതോടൊപ്പം ഇപ്പം സംഭവിച്ച ആളുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്നതുവരെ അതിശക്തമായ സമരങ്ങൾക്ക് ഈ യുവജന പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഘടകത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ശ്രീചന്ദ്ര ആശുപത്രിയിലെ കക്കൂസ് ടാങ്ക് മാലിന്യം രാത്രികാലങ്ങളിൽ പൈപ്പ് വെച്ച് അടിച്ച് താഴേക്ക് വീഴുകയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ, ആശുപത്രിയുടെ ബാക്ക് സൈഡിലുള്ള താഴ്ന്ന പ്രദേശങ്ങളാണ്. താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് ഈ മഴവെള്ളത്തോടൊപ്പം മാലിന്യവും ഒഴുക്കിവിടുന്നത്. വീഡിയോ എടുത്തിട്ട് നമ്മൾ 3 മാസം മുമ്പ് തന്നെ ഈ ആശുപത്രിയായി ബന്ധപ്പെട്ട് ഇതിനൊരു നടപടി പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് പരിഹാരമുണ്ടാക്കിയില്ല. മാത്രമല്ല, ആ താഴ്ന്ന പ്രദേശത്തിലെ പ്രകാശേട്ടൻ്റെ വീട്ടിലെ റോജേച്ചിക്കും മകൻ്റെ കുട്ടിക്കും പ്രകാശേട്ടനടക്കം അസുഖം ബാധിച്ച് ആശുപത്രിയിലായി. ഛർദിയും കോളറയും വയറിളക്കവും വന്നിട്ട് ആശുപത്രിയിലേക്ക് വന്നപ്പോൾ ഈ ആശുപത്രി മാലിന്യം കൊണ്ടാണ് ഈക്കോളി ബാക്ടീരിയയുടെ പ്രസൻസ് അവരുടെ കിണറുകളിൽ ഉണ്ടായതെന്ന് ആശുപത്രി അധികൃതർ മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റിന് പൈസ വാങ്ങിയിട്ടില്ല, ഫ്രീ ആയി ചികിത്സ ചെയ്തു. അതിനുശേഷവും നമ്മൾ 15ഓളം വീടുകളിലെ വെള്ളം പരിശോധിച്ചു. കിണറുകളിലെ വെള്ളം പരിശോധിച്ചപ്പോൾ ക്രമാതീതമായി ഈക്കോളി ബാക്ടീരിയയും കോളിഫോം ബാക്ടീരിയയും പ്രസൻസ് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി നമ്മളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഇവിടുത്തെ പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് 3 മാസം മുമ്പേ കണ്ടുപിടിച്ച ഒരു പ്രശ്നത്തിൽ ആക്ഷൻ കൗൺസിൽ ഇതുവരെ ഒരു തീരുമാനവും എത്തിയില്ല, ഒരു നടപടിയും എടുക്കാൻ പറ്റിയില്ല. കോർപ്പറേഷൻ മേയർക്കും കോർപ്പറേഷനിലും പരാതി കൊടുത്തു. പക്ഷെ നടപടി ഇല്ലാത്തതുകൊണ്ട് കലക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കലക്ടർ പറഞ്ഞത് ഇത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ സമരത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പ്രദേശത്തുള്ള സംഗീത റെസിഡൻസ് അസോസിയേഷനും കൂടെ ഇതിൻ്റെ കൂടെ ചേരുകയാണ്. ഞാൻ ആ സംഗീത റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ നമ്മളും കൂടി ഈ സമരത്തിൽ പങ്കുവെക്കും. എന്താ പേരെന്തെങ്കിലും? അഡ്വക്കേറ്റ് വിമലകുമാരി.